ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവം ചില മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മുഖം മറച്ചു വയ്ക്കത്തില്ല. ആരുടെ മുമ്പിലാണ് ദൈവം മുഖം മറച്ചു വയ്ക്കാത്തതെന്നറിയാമോ? സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല, തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല. പീഡിക്കപ്പെടുന്നവരുടെ കൂടെ കർത്താവുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ മനോഹരമായൊരു വചനമുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ചിലരൊക്കെ പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടവരുണ്ട്. വേണ്ടപ്പെട്ടവർ, വിവാഹം കഴിച്ച് ചെന്ന വീട്, ഭർത്താവിൽ നിന്ന് പീഡനം, മാതാപിതാക്കന്മാരിൽ നിന്ന് പീഡനം, അയൽവാസികളിൽ നിന്ന് പീഡനം, തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരില്ലേ. അവരുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഒരിക്കലും ദൈവം മുഖം മറച്ചു വയ്ക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുഖാന്തരം ഒരാളും പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. നാം ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധയുള്ളവരായി മാറിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരാളുടെയും കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴാതിരിക്കാൻ പ്രത്യേകം കരുതലുള്ളവരായി നമുക്ക് മാറാൻ പറ്റണം. മാതാപിതാക്കന്മാരായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ആരുടെയും കണ്ണുനീര് എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ വാക്കുകൾ കൊണ്ട് വീഴാതിരിക്കാൻ കരുതലോടുകൂടെ നമുക്ക് ജീവിക്കാം. കാരണം പീഡിപ്പിക്കപ്പെടുന്നവൻ എവിടെയുണ്ടോ അവൻ്റെ കൂടെ ദൈവമുണ്ട്. തകർന്നവൻ എവിടെയുണ്ടോ അവൻ്റെ കൂടെ ദൈവമുണ്ട്. സത്യമായൊരു കാര്യമാണ്. ദൈവം അവരിൽ നിന്ന് മുഖം മറച്ചു വയ്ക്കില്ല എന്നൊരു ബോധ്യത്തോടു കൂടെ നമ്മുടെ സ്ഥാനങ്ങൾ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒരാളും ഞെരുക്കപ്പെടുന്നില്ല എന്ന ബോധ്യത്തോടു കൂടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.